ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ കുഞ്ഞുങ്ങളെ 13ാമത്തെയാണ് കേട്ടോ. ബേസിക് സയൻസിൻ്റെ 13ാമത്തെ ചാപ്റ്ററാണ്. കെമിസ്ട്രിയുടെ 4ാമത്തേതാണ് കേട്ടോ. ആസിഡ്, ബേസ്, സാൾട്ട്. അതിൻ്റെ നമ്മൾ 3 പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇട്ട നോട്ടുകൾ ഫുൾ ഒന്നുകൂടി ഒന്ന് കാണിക്കുകയാണ്. ലാസ്റ്റ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ അതായത് ഫുൾ നോട്ടാണ് നമ്മൾ ഇതിനകത്തിൽ പറയുന്നത്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങൾ ഈ ആസിഡ് ബേസ് സാൾട്ട് എന്നല്ലേ പാഠത്തിന്റെ പേര്. ആസിഡ് ആർ ദോസ് കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് എന്താ സോർ ടേസ്റ്റ് ആണ്. ആസിഡ് പ്രസന്റ് ഇൻ ഫുഡ് സബ്സ്റ്റൻസ് ആർ വീക്ക്. ചേഞ്ച് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഡിസോസിയേറ്റഡ് ടു ഗിവ് H+ അയോൺ. ഇപ്പോൾ ആസിഡ് എന്നാൽ എന്തെന്ന് ഇനി ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഇട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് ആസിഡ് എന്ന് ചോദിക്കുമ്പോൾ ആസിഡുകൾ രാസവസ്തുക്കളാണ്. അവ പുളിരുചി ഉണ്ടായിരിക്കും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെല്ലാം ദുർബലമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. നീല ലിറ്റ്മസിന്റെ നിറം ചുവപ്പാക്കി മാറ്റുന്നത് ആസിഡുകളാണ് കേട്ടോ. പിന്നെയോ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് വിഘടിച്ച് H+ അയോണുകളും ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോംഡ് ബൈ റിയാക്ടിംഗ് വിത്ത് കാർബണേറ്റ്. ഈ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം, ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിംഗ് വിത്ത് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളെ? കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിംഗ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ചസ് സിങ്ക് ആൻഡ് മഗ്നീഷ്യം. സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. നമുക്ക് ടെസ്റ്റിലോട്ട് പോവാണ്. അതുപോലെ തന്നെ ആസിഡുകളുടെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അതിന് എന്താ സോർ ടേസ്റ്റ് ആണ് ബ്ലൂ ലിറ്റ്മസിന്. പിന്നെ അതിൻ്റെ എന്താ ബേസുകൾ എന്ന് വെച്ചാലും കയ്പ് രുചിയാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് സ്പർശിക്കുമ്പോൾ വഴുവഴുപ്പുള്ളതായിട്ട് തോന്നാം. വെള്ളത്തിൽ അലിയുന്ന സമയത്ത് ബേസ് OH- ആയിട്ട് മാറും എന്നൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആസിഡ് തന്നെ സ്ട്രോങ്ങും ഉണ്ട് വീക്കും ഉണ്ട് അല്ലേ? ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ 3 ആസിഡിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ചിലപ്പം ഈ 3 3 മാർക്കായിരിക്കും കേട്ടോ. സ്ട്രോങ് ആസിഡുകൾ ഏതൊക്കെയാണ്? നൈട്രിക് ആസിഡ്. ഇതിൻ്റെ എല്ലാം കെമിക്കൽ ഫോർമുല ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നൈട്രിക് ആസിഡ്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. അതായത് വീക്ക് ആസിഡോ? വീക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ജീവനുള്ള വസ്തുക്കളിൽ കാണപ്പെടുന്നത് ആൾ ഓർഗാനിക് ആസിഡുകൾ അല്ലേ? ഏതൊക്കെയാണ്? അസറ്റിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഇതൊക്കെ എന്താണ്? വീക്ക് ആസിഡ്. ഇതൊക്കെ ഒന്ന് ബേസ് ആണ് കേട്ടോ. അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ വെച്ചാൽ ഈ ആസിഡ്, ബേസ്, ഗ്യാസ്, എന്താ ആൽക്കലി എന്ന് പറയുന്ന, ആൽക്കലി അല്ല, എന്താ ലവണങ്ങൾ അല്ലേ? സാൾട്ട് എന്ന് പറയുന്നതിനകത്തിലെ എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഡിലെ സ്ട്രോങ്ങും വീക്കും കണ്ടോ, അതുപോലെ തന്നെ ബേസിലും സ്ട്രോങ്ങും വീക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. പിന്നെ ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ, ബട്ടർ മിൽക്ക്, മോരിനകത്ത് ലാക്റ്റിക് ആസിഡാണ്, വിനീഗറിനകത്തിൽ അസറ്റിക് ആസിഡാണ്, ടമറിൻ്റിനകത്തിൽ ടാർട്ടാറിക് ആസിഡാണ്, ലെമണിനകത്തിൽ സിട്രിക് ആസിഡാണ്, ആപ്പിളിനകത്തിൽ മാജിക് ആസിഡാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസിഡുകളെ കുറിച്ച് ഇതാണ് ആസിഡുകളെ കുറിച്ചൊക്കെയാണ്. ഇതൊന്നും അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ സാൾട്ടാണ്. സാൾട്ടിനെ നമ്മൾ ഏത് കെമിക്കൽ ഫോർമുല, ഏത് ഫോർമുലയാണ് നിങ്ങളെ പറയുന്നത്? സോഡിയം ക്ലോറൈഡിന് അല്ലേ? കറിയുപ്പ് NaCl എന്നാട്ടോ. NaCl ആസിഡോ ബേസിഡോ ആണോ തിരിച്ചറിയുന്നതിനെ നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു. ഇൻഡിക്കേറ്റർ 3 വിധമുണ്ട്. നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്, ഓൾഫാക്ടറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. നമുക്ക് ടെസ്റ്റിലോട്ട് കയറാം. ടെസ്റ്റല്ല, നോട്ടിലോട്ട് കയറാം. ഒന്നാമത്തെ എന്താവും നിങ്ങളെ? ആസിഡ്, ബേസ്, സാൾട്ട്. ഞാൻ സ്പീഡിൽ അങ്ങ് പറയാം. നിങ്ങൾ എവിടെ വരെ എഴുതി എടുത്തിട്ടുണ്ടോ അവിടെ വരെ എന്താ അതിൻ്റെ ബാക്കി അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ആസിഡ്, ബേസ്, സാൾട്ട്. ആസിഡുകളും ബേസുകളും ലവണങ്ങളും. നമുക്ക് പരിചിതമായ ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവ രുചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. ഇവയ്ക്ക് പൊതുവായിട്ട് എന്ത് രുചിയാണുള്ളത്? വാട്ട് ടേസ്റ്റ് ഡു ദേ ഹാവ് ഇൻ കോമൺ? സോർ ടേസ്റ്റ് ആണ് കേട്ടോ, പുളി രുചി. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം കുഞ്ഞുങ്ങളെ? ഇതിൽ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് എന്ത് രുചിയുള്ളത്? പുളി രുചി ഉള്ളത് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ പാഠത്തിന്റെ ഒന്നാമത്തെ ചോദ്യമാണിത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് കളർ ചേഞ്ച് ഒക്കെയർ വെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആർ യൂസ്ഡ് ടു ടെസ്റ്റ് ദീസ് ഫുഡ് ഐറ്റംസ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ
നീല ലിറ്റ്മസ് പേപ്പറുമായും ചുവന്ന ലിറ്റ്മസ് പേപ്പറുമായും ഇവ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് നിറമാറ്റമാണ് ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാകുന്നതെന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ഇൻ ടു റെഡ് ലിറ്റ്മസ് പേപ്പർ അല്ലേ? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പറായിട്ട് അങ്ങ് മാറുന്നു എന്നാണ്. കാരണം എന്താ? ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കേട്ടോ. ആസിഡ് എവിടെ അടങ്ങിയിട്ടുണ്ടോ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ചുവന്ന ലിറ്റ്മസ് പേപ്പറായിട്ട് മാറും കേട്ടോ. ഇവിടെ മുതൽ നിങ്ങൾ എഴുതിയെടുത്തോണം. മറ്റേ ഞാൻ സ്ട്രോങ് ആസിഡ് ഏതാണ്, വീക്ക് ആസിഡ് ഏതാണ്, സ്ട്രോങ് ബേസ് ഏതാണ്, വീക്ക് ബേസ് എന്താണ്, സാൾട്ടിന്റെ എന്താ NaCl ആണ് കേട്ടോ, കറിയുപ്പ് NaCl. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത മൂന്നാമത്തത് എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ടെസ്റ്റിലെ. ടേക്ക് എ സ്മാൾ പീസ് ഓഫ് സിങ്ക് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് എ ലിറ്റിൽ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ്, ഹോൾഡ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ, വാട്ട് കുഡ് ബി ദ റീസൺസ്. ഇതാണ് നമ്മളുടെ ചോദ്യം. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക കുഞ്ഞുങ്ങളെ, സിങ്ക്. എന്നിട്ടോ അതിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്ത് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുക. നിരീക്ഷണം എന്നിട്ട് എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. ഒബ്സർവേഷൻ എന്തായിരിക്കും? ഒബ്സർവേഷൻ ദ ബാച്ച് സ്റ്റിക്ക് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. പെട്ടെന്ന് ആ തീപ്പെട്ടിക്കൊള്ളി പോപ്പ് സൗണ്ട് കത്തുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ? ഒരു പോപ്പ് ശബ്ദത്തോടെ ആ തീപ്പെട്ടിക്കൊള്ളി കത്തുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി ചേരുമ്പോൾ ഒരു ഗ്യാസ് പുറത്ത് വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും അത് ഓർത്തുകൊണ്ടെങ്കിൽ ഏത് ഗ്യാസാണത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി ചേരുമ്പോൾ, അത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് പെട്ടെന്ന് അവിടെ ഫോം ആവുന്നുണ്ട് കേട്ടോ. അത് ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. റീസൺ എന്താണ്? ദ ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട് അല്ലേ? പെട്ടെന്ന് എന്താ ഒരു പോപ്പ് സൗണ്ട് കേൾക്കുന്നേക്കാം. എന്താ കാരണം? എന്താ കുഞ്ഞുങ്ങളെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് ഗ്യാസ് ആണത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ്. ഇനി അത് തന്നെ കുറേ ചോദ്യം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസർ ഇത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ വേറൊരു എക്സ്പെരിമെൻറ്റിലും എന്താ രണ്ട് ഇത് ചേരുമ്പോൾ അവിടെ എന്താ ഗ്യാസ് ഫോം ചെയ്യുന്നു, അത് ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന്. ഇനി വെൻ ആസിഡ് റിയാക്ട് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാ? നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? സിങ്ക് ഓർമ്മയുണ്ടോ? സിങ്കും മഗ്നീഷ്യവുമാണ് കേട്ടോ. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? സിങ്കും മഗ്നീഷ്യവുമാണ്. ഇത് എന്താ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചാൽ എന്തുണ്ടാകുമെന്ന് ഓർത്തോണേ? ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു. ഇത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മെറ്റലുകൾ. ഇപ്പോൾ സിങ്ക്, ആസിഡ്, കെമിക്കൽ ഇക്വേഷൻസ് കണ്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇനി നോട്ട് കിട്ടാത്തവർക്കാണെങ്കിൽ ഇതങ്ങ് എഴുതിയെടുത്തോണം. സിങ്ക് നോക്കൂ നിങ്ങളെ, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേരുമ്പോൾ ഏത് കെമിക്കൽ ഫോർമുല വരും എന്നൊക്കെ? ZN. സിങ്കിന് ZN എന്നാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന് HCl ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡിന് HCl ആണ്. അപ്പോൾ നമുക്ക് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുമ്പോൾ ഗീവ്സ് എന്തുണ്ടാവുന്നു? ZnCl2 + H2. അവർ രണ്ടുപേരും എന്ന് വെച്ചാൽ സിങ്കും മഗ്നീഷ്യവും നമ്മൾ മുമ്പ് പറഞ്ഞു ക്രിയാശീലം കൂടിയ രണ്ട് ലോഹങ്ങളാണ് ഈ സിങ്കും മഗ്നീഷ്യവും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അന്നേരം എന്താ? ഹൈലി റിയാക്റ്റീവ് മെറ്റൽസുകളാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആവും നിങ്ങളെ സിങ്കും മഗ്നീഷ്യവും. ഉയർന്ന ക്രിയാശീല കൂടിയ ലോഹങ്ങളാണ് ഏതാ? സിങ്കും മഗ്നീഷ്യവും. ഇവ തങ്ങളിൽ ചേരുമ്പോൾ അവിടെ ആരുണ്ടാകുമെന്നാണ് പറഞ്ഞത്? ഒരു ഗ്യാസ് അവിടെ രൂപപ്പെടും. ആ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. നോക്കിക്കേ, നമ്മൾ സിങ്കും മഗ്നീഷ്യവും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സിങ്കും മഗ്നീഷ്യവുമാണ്. അവിടെ ആരുണ്ടായി? H2. നോക്കി, ഇവിടെ എല്ലാം ആരുണ്ടായി? H2 ഉണ്ടായി കേട്ടോ. ഹൈഡ്രജൻ ഉണ്ടായി. നല്ലപോലെ അത് പഠിച്ചു വെച്ചേക്കണേ. ഇത് നല്ലപോലെ ഏതൊക്കെയാണ് ക്രിയാശീലം കൂടിയത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അല്ലേ? സിങ്കും മഗ്നീഷ്യവുമായിട്ട് ചേരുമ്പോൾ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണേ ഇത് കേട്ടോ. സിങ്കും സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. ഈ കെമിക്കൽ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങളെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് H2SO4, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, സൾഫ്യൂരിക് ആസിഡ് H2SO4. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മഗ്നീഷ്യത്തിന് Mg, സിങ്കിന് ZN. അപ്പോൾ ഇത് രണ്ടും കൂടി എപ്പോഴും ഈ പേരുകൾ നോക്കണം. ഏതൊക്കെ തങ്ങളിലാണ് റിയാക്ട് ചെയ്യുന്നത്? ഇവർ തങ്ങളിൽ എപ്പോൾ റിയാക്ട് ചെയ്താലും അവിടെ ആരുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ എന്ന വാതകം, അവിടെ ഗ്യാസ് അവിടെ രൂപപ്പെടുന്നുണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ.
ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുന്ന ഒരു പരീക്ഷണം എഴുതാൻ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പെരിമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്. നോക്കിയേ, ടേക്ക് സം കാൽസ്യം കാർബണേറ്റ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. ആഡ് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ് ത്രൂ എ ടെസ്റ്റിൽ ഫണൽ. പാസ് ദ ഗ്യാസ് ദാറ്റ് കം ഔട്ട് ത്രൂ ക്ലിയർ ലൈം വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. വാട്ട് കുഡ് യു ദ ഒബ്സർവ്. എന്നിട്ട് നമ്മളത് പരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം കാൽസ്യം കാർബണേറ്റ്. ആ ചോദ്യം നോക്കണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ആ മലയാളവും ഇംഗ്ലീഷും ഒന്ന് മനസ്സിലാക്കണേ. ഈ ഇംഗ്ലീഷ് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവാത്തവരെ, ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം കാൽസ്യം കാർബണേറ്റ് എടുക്കുക. എന്നിട്ട് ആ തീസിൽ ഫണലിൽ കൂടി അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ഈ പുറത്തു വരുന്ന വാതകത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, പുറത്തൊരു വാതകം വരുന്നുണ്ടെന്ന്. ആ പുറത്തു വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലെ അതിലൂടെ എന്ത് ചെയ്യുക, കടത്തിവിടുക. എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ അപ്പോൾ അവിടെ കഴിയുന്നതാണ്? എന്താ കുഞ്ഞുങ്ങളെ, അവിടെ ചുണ്ണാമ്പ് വെള്ളം എന്ത് ചെയ്യുന്നറിയാം, നല്ല പാല് പോലത്തെ നല്ല വെള്ള കളറായിട്ട് അങ്ങ് മാറും കേട്ടോ. ദ ലൈം വാട്ടർ ടേൺ മിൽക്കി. ചുണ്ണാമ്പ് വെള്ളം അങ്ങ് വെള്ള കളറായിട്ട് മാറുന്നതായിട്ട് കാണാം. ആ ഒരൊറ്റ ആൻസറിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വായിച്ചത് കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കണേ. ഓക്കെ. വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് ത്രൂ ദ ഡെലിവറി ട്യൂബ്. ആ ഡെലിവറി ട്യൂബിലൂടെ പുറത്തു വരുന്ന വാതകം ഏതായിരുന്നു? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണം. ഇവിടെ ആരൊക്കെയായിരുന്നു ചേർന്നത്, ഏത് വാതകമാണ് പുറത്ത് വന്നത് നോക്കണേ. ബോയിലിംഗ് ട്യൂബിൽ കാൽസ്യം കാർബണേറ്റും നോക്കണേ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് കേട്ടോ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടിയാണ് ചേർന്നത്. കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡൂടാണ് ചേർന്നത്. അപ്പോൾ അവിടെ ഒരു വാതകം പുറത്ത് വന്നത് ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെ ആ വെള്ളം എന്താണ്, നല്ല പാല് വെള്ള കളറിലായിട്ട് മാറി കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ആസിഡുകൾ മുമ്പ് നമ്മൾ പറഞ്ഞ ഓർത്തോണം, ഓരോന്ന് ഓർത്തോണം ബോക്സിനകത്തിൽ. ഇവിടെ ഫസ്റ്റ് ആസിഡുകൾ ക്രിയാശീലം കൂടിയ, ഇത് നോക്കണേ കുഞ്ഞില്ല, ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഇത് നിങ്ങൾ ടിക്കിട്ടോ അല്ലെ ബോക്സിലോ എഴുതണം കേട്ടോ. ഇതുണ്ടോ നിങ്ങൾ, ഇത് ഫസ്റ്റ് ഒന്നാമത് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കണം. അതായത് ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഏത് വാതകം ഉണ്ടാകുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. വെൻ ആസിഡ് റിയാക്ട് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നാൽ ഇവിടെ നോക്കിയേ, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് ഉണ്ടാകുന്നത്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഏതൊക്കെ തങ്ങളിലാണെന്ന് ഓർത്തോണ്ട് കേട്ടോ. ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് അവിടെ സ്വതന്ത്രമാകുന്നത്. ആ രണ്ടെണ്ണവും തിരിഞ്ഞു പോകരുത് കേട്ടോ. മനസ്സിലാണേ. ആസിഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ആസിഡിനകത്തിൽ ഓരോന്നും ഏതൊക്കെ തങ്ങളിൽ ചേരുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാകുന്നത് എന്ന് നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡുകളുടെ സവിശേഷത മുമ്പേ നമ്മൾ പറഞ്ഞതാ. ആസിഡ് ഹാവ് സോർ ടേസ്റ്റ് അല്ലേ, ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് കാർബണേറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കണ്ടേ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് കാർബണേറ്റ്. പിന്നോ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിങ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് സിങ്ക് ആൻഡ് മഗ്നീഷ്യം കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈ രണ്ടെണ്ണമാണ് ഇപ്പം നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻറ്റിനകത്തിൽ പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പം ഇതുവരെ പറഞ്ഞ ടെസ്റ്റിനകത്തിലെ എക്സ്പെരിമെൻ്റ് കണ്ടായിരുന്നോ? അതിനകത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോംഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്. പിന്നത്തെ എക്സ്പെരിമെൻറ്റിൽ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിങ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ചസ് സിങ്ക് ആൻഡ് മഗ്നീഷ്യം. അതായത് മലയാളം മീഡിയക്കാർക്ക് നമ്മൾ പഠിക്കുന്നത് ആസിഡുകളുടെ സവിശേഷതകളെ കുറിച്ചാണ്. ആസിഡുകൾക്ക് പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് സ്വതന്ത്രമാക്കുന്നത്. സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന വാതകമാണ് സ്വതന്ത്രമാകുന്നത്. അത് രണ്ടും തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ, കാരണം ഇനി ബേസും സാൾട്ടും ഒക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഫസ്റ്റ് ദിവസം ആസിഡിനെ കുറിച്ച് മാത്രം വൃത്തിയായിട്ടിരുന്നങ്ങ് പഠിക്കുക. അത് ഓക്കെ, അതിന് ശേഷമാണ് ബേസിനെ കുറിച്ച് എടുത്ത് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ. അടുത്ത ആസിഡുകളുടെ പൊതു ഘടകമാണ് കുഞ്ഞുങ്ങളെ ഹൈഡ്രജൻ കേട്ടോ. ഹൈഡ്രജൻ ഈസ് ദ കോമ്പോണൻസ് ഓഫ് ആസിഡ്. വാട്ട് ഈസ് ദ സിംബൽസ് ഓഫ് ഹൈഡ്രജൻ? ഹൈഡ്രജന്റെ സിമ്പൽ എന്താ? ഇനിയുള്ളതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ.
കേട്ടോ, എച്ച് ആണ്. ഹൈഡ്രജന്റെ പ്രതീകം അല്ലെങ്കിൽ ഹൈഡ്രജന്റെ സിമ്പൽ എന്ന് പറയുന്നത് എച്ച് ആണ് കേട്ടോ. പിന്നെയോ ഹൈഡ്രജൻ അയോൺ എച്ച് പ്ലസ് അയോൺ ആട്ടോ, എച്ച് പ്ലസ് ആണ്. ഇവിടെ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്, വായിക്കാൻ ഇനി എന്തുവാ അല്ലേ, പ്ലസ് അടിച്ച് വെച്ചേക്കുന്നത് മൈനസ് ഇതൊക്കെ. എച്ച് പ്ലസ് അയോണ് ഈസ് ദ അയൺ ഫോംഡ് ഫ്രം ഹൈഡ്രജൻ. ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോണാണ് ഹൈഡ്രജൻ എച്ച് പ്ലസ് അയോണ്. ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോണുകളാണ് ഹൈഡ്രജൻ എച്ച് പ്ലസ് അയോണുകൾ. ഇനി വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ കുറേ ആസിഡുകളുടെയും ബേസുകളുടെയും ഒക്കെ പേര് പഠിക്കാനുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയത്തില്ല, HCl എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തോണം, ഈ HCl എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. അതിൻ്റെ രാസസൂത്രം പഠിച്ചല്ലോ. അപ്പോൾ എത്ര എണ്ണം പഠിച്ചു? Mg, മഗ്നീഷ്യത്തിലെ നമ്മൾ കുറേ ഇപ്പോൾ പുറത്തൊക്കെ പഠിച്ചായിരുന്നു. Mgയെ കുറിച്ചും സിങ്ക് Zn, സൾഫ്യൂരിക് ആസിഡ് H2SO4, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് H2SO4, മഗ്നീഷ്യം Mg, സിങ്ക് Zn, ഇതൊക്കെ പേരൊന്ന് പഠിച്ച് പോണേ. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോൾവ് ഇൻ വാട്ടർ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറൈഡ് അയൺ വിത്ത് ഓപ്പോസിറ്റ് ചാർജ് ആർ ഫോംഡ്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ, ഇതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് അയോണുകളായിട്ട് അങ്ങ് മാറുമെന്ന് കേട്ടോ. ഇപ്പോൾ HCl എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, വെള്ളവുമായിട്ട് ലയിക്കുമ്പോൾ H+ അയോണും Cl- അയോണുമായിട്ട് അങ്ങ് മാറും കേട്ടോ. H+ അയോണും Cl- അയോണുകളായിട്ടും അങ്ങ് മാറുമെന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ, അവിടെ മലയാളവും ഇംഗ്ലീഷും കൊണ്ട് മനസ്സിലാക്കണേ. വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്തുവാ? വിപരീത ചാർജുള്ള ഹൈഡ്രജൻ അവിടെ പ്ലസ് ആകും കേട്ടോ. ഹൈഡ്രജൻ H+ അയോണായിട്ടും ക്ലോറൈഡ് മൈനസ് അയോണുകളായിട്ടും അങ്ങ് മാറുമെന്ന്. ഇനി നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന അയോണുകളെല്ലാം. അങ്ങനെയാണെങ്കിൽ നൈട്രിക് ആസിഡിൻ്റെ എന്തോ കുഞ്ഞുങ്ങളെ HNO3 ആണ് കേട്ടോ. ഇതൊക്കെ അറിയണേ കേട്ടോ. നൈട്രിക് ആസിഡ് HNO3 which is the ion formed when nitric acid dissolved in water. HNO3 വെള്ളത്തിൽ ലയിക്കുമ്പോഴോ നൈട്രിക് ആസിഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അവിടെ എന്താണ്? H+ അയോണായും ബാക്കി ഒരു NO3- അയോണായിട്ടും മാറുന്നു. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. നൈട്രിക് ആസിഡ് HNO3, ഈ പേരൊക്കെ പഠിക്കണേ നിങ്ങൾ. HNO3, അതിലെ H എന്ന് പറയുന്നത് ആദ്യം വരുന്ന H അല്ലേ, ഈ H+ അയോണും ബാക്കി വരുന്ന NO3- അയോണുമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിൽ കുറേ പേര് തന്നിട്ടുണ്ട്. ആസിഡിൻ്റെ പേര്, അതിൻ്റെ രാസസൂത്രം, ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന അയോണുകൾ ഏതൊക്കെ കണ്ടോ. ആസിഡ് നെയിം, കെമിക്കൽ ഫോർമുല, അയോൺ ലിബറേറ്റഡ് വിത്ത് ഡിസോൾവ് ഇൻ വാട്ടർ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl നമ്മൾ പഠിച്ചതാണ് അല്ലേ. അത് ജലത്തിൽ ലയിക്കുമ്പോൾ ഫസ്റ്റ് തരുന്ന H+ഉം ബാക്കി വരുന്ന Cl- അത് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് കേട്ടോ. ഓരോന്നിൻ്റെയും കെമിക്കൽ ഫോർമുല അറിയണേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ HCl എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന H അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് H+ഉം ബാക്കി വരുന്നത് മൈനസുമാണ്. H2SO4നോ ഈ താഴെ വരുന്ന ഈ 2, ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണ്. ഈ താഴെ വരുന്ന 2 ഇല്ലേ കുഞ്ഞുങ്ങളെ, അത് ഫസ്റ്റിൽ വരുന്നു കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെ 2H+ അയോണും ബാക്കി വരുന്ന SO4 കേട്ടോ. ഈ H-ന് 2 അല്ലേ, ആ 2 ഇവിടെ കൊടുക്കണം, -2 ആയിട്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഇവിടെ എഴുതി ഞാൻ പഠിപ്പിച്ചതാണ് കേട്ടോ, ആ പേപ്പറായത്. ഇനി കാർബോണിക് ആസിഡ് H2CO3 ആണ്. അപ്പോൾ ഫസ്റ്റിൽ വരുന്ന H അല്ലേ, H-ൻ്റെ ഈ H കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പേടിക്കേണ്ട. ഈ ഫസ്റ്റിൽ തരുന്ന H ഉണ്ടല്ലോ, ആ H-ൻ്റെ കൂടെ ബാക്കി കിടക്കുന്നതിനെ എടുത്ത് ഫ്രണ്ടിലിടുക. അതായത് ഇവിടെ 3 അല്ലേ, H3 അല്ലേ, അത് 3H എന്ന് കൊടുക്കുക. ഇവിടെയൊക്കെ H2 ആണ്, അത് 2H എന്ന് കൊടുക്കുക. H2 ആണ്, അത് 2H എന്ന് കൊടുക്കുക. അത് പ്ലസ് ആണ്, H എപ്പോഴും പ്ലസ് ആണ്. ബാക്കി എന്ത് വരുന്നോ അത് അതുപോലെ എഴുതുക. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റിൽ എന്താണോ ഇട്ട് കൊടുത്തത് അത് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ടിട്ട് കേട്ടോ. അല്ല മനസ്സിലായോ? അതായത് ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഇവിടെ HCl
അതെ എച്ചിൻ്റെ മുന്നിലും ഒന്നുമില്ല, അപ്പോൾ H+, ബാക്കി വരുന്ന Cl-. ഇവിടെയൊക്കെ H2 അത് നമ്മൾ 2H എന്ന് കൊടുത്തു, അത് പ്ലസ് ആണ്. ബാക്കി വരുന്ന SO4 എന്നിട്ടിട്ട് ഈ 2ൻ്റെ മൈനസ് ഇടുക കേട്ടോ, -2. അടുത്തത് H2 CO3, ഈ എച്ചിനെ ഫസ്റ്റ് വരുന്ന എച്ചിനെ അതുപോലെ എഴുതുക, പിന്നെ വരുന്ന 2 ഫസ്റ്റ് കൊടുക്കുക. എല്ലാത്തിൻ്റെ നോക്കിയേ കണ്ടോ, കാരണം എന്താ ഇതിൻ്റെ എല്ലാം H2 ആണ്. എന്നാൽ ഇത് നോക്കിയേ H3, അപ്പോൾ നോക്കിയേ 3 ഫസ്റ്റിൽ എഴുതുക. ഇപ്പം മനസ്സിലായോ? ഈ മനസ്സിലാവുന്നുണ്ടോ? H3 എന്ന് പറയുന്നില്ലേ, H3 ആ 3 ഫസ്റ്റിൽ എഴുതുക, അപ്പോൾ H+ ആണ്. ബാക്കി എന്ത് വരുന്നോ അത് എഴുതുക. എന്നിട്ട് ഈ നമ്മൾ ഇവിടെ എന്താണെന്നോ എഴുതി അതിനെ മൈനസ് ഇട്ട് കൊടുക്കുക കേട്ടോ. മനസ്സിലാക്കണേ അതൊന്നും കേട്ടോ. ഇതിൻ്റെ പേര് ഫോസ്ഫോറിക് ആസിഡിന് H3PO4 എന്ന് പറയുന്നത് കേട്ടോ. ഈ കെമിക്കൽ ഫോർമുല മാത്രം ചിലപ്പോൾ 1-2 മാർക്കിന് ചോദിക്കാം. കാർബോണിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെ രാസസൂത്രം എന്താണ്? H2CO3 ആണ്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ H3PO4 ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ H2CO4 ആണ്. ഇത് വെള്ളവുമായിട്ട് എപ്പോൾ ലയിക്കുമ്പോഴും വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ H എന്നുള്ളത് പോസിറ്റീവ് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ, പ്ലസ് അയോൺ ആണ് കേട്ടോ. H+ഉം ബാക്കി എന്ത് വരുന്നതും അത് മൈനസുമാണ് കേട്ടോ. അതൊക്കെ ഇത് വന്നത് എങ്ങനെയാണെന്ന് അറിയാവേ, ഈ ഫസ്റ്റിൽ ഏത് നമ്പറാണോ വരുന്നത് അതിന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇനി ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകൾ H+ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് ആസിഡുകൾ എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. ഹൈഡ്രജൻ അയോൺ ആർ ദ ബേസിക് ഓഫ് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ H+ ഇൻ അക്യൂസ് സൊല്യൂഷൻ. ഇനി അത് നമ്മുടെ ബോക്സിനകത്ത് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കണേ. ഇനി കുറേ സബ്സ്റ്റൻസും ഈ പുളിരുചിക്ക് കാരണമായ ആസിഡുകളും കേട്ടോ, കുറേ പദാർത്ഥങ്ങളുടെ പേരും. ആസിഡ് റെസ്പോൺസിബിൾ ഫോർ ദ സോർ ടേസ്റ്റ്. പുളിരുചിക്ക് കാരണമായ ആസിഡുകൾ ഏതൊക്കെയാണെന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ഫസ്റ്റ് അതിനകത്ത് പറഞ്ഞല്ലേ. ലെമൺ ജ്യൂസ്, നാരങ്ങാ നീരിനാണെങ്കിൽ സിട്രിക് ആസിഡ്, അങ്ങനെയുള്ള കുറേ നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. സിട്രിക് ആസിഡാണ്. പിന്നെ ഏതാ കുഞ്ഞുങ്ങളെ, യോഗർട്ട് അല്ലേ, മോര്, യോഗർട്ട്, ബട്ടർ മിൽക്ക് അല്ലേ, ഇതൊക്കെ ലാക്റ്റിക് ആസിഡാണ്. ടമറിൻ്റെ ടാർട്ടാറിക് ആസിഡാണ്. വിനീഗർ അല്ലേ, വിനാഗിരി എന്താണ്, അസറ്റിക് ആസിഡാണ്. നമ്മൾ കുറേ പറഞ്ഞതാണ്ടിത്, ഓർമ്മയുണ്ടോ? ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ: ബട്ടർ മിൽക്ക് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, ടമറിൻ്റെ ടാർട്ടാറിക് ആസിഡ്, ലെമൺ സിട്രിക് ആസിഡ്, ആപ്പിള് മാലിക് ആസിഡ്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ആസിഡുകളാട്ടോ കേട്ടോ, അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണേ. ഇനി വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ എ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. ടെസ്റ്റിനകത്തിലേക്ക് താപ്പോട്ട് നമ്മൾ പോവുക കേട്ടോ, നോക്കണേ നിങ്ങളെ. വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ്. നമ്മൾ സോഡ മേടിച്ച് കുടിക്കത്തില്ലേ കടയിൽ നിന്നൊക്കെ, ഈ സോഡ ഇങ്ങനെ തുറക്കുമ്പോൾ എന്നൊരു സൗണ്ട് കേൾക്കത്തില്ലേ, ഇല്ലയോ? അത് ഏത് ഗ്യാസാണ് അവിടെ ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോം നോക്കിയോ നിങ്ങളെ, CO2. കാർബൺ ഡൈ ഓക്സൈഡിന് CO2. സോഡാ കുപ്പി തുറക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഫൈൻഡ് ഔട്ട് എ നേച്ചർ ഓഫ് സോഡ വാട്ടർ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. സോഡ വാട്ടർ ടേൺ ബ്ലൂ, ലിറ്റ്മസ് പേപ്പർ റെഡ്. സോഡാ വെള്ളത്തിൻ്റെ സ്വഭാവം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോഡാ വെള്ളം ഉണ്ടല്ലോ നിങ്ങൾ, നമ്മൾ സോഡാ വെള്ളം മേടിക്കത്തില്ലേ, സോഡാ വാട്ടർ, അതിൻ്റെ സ്വഭാവം നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കണ്ടുപിടിക്കാൻ. ദാഹിച്ചിരിക്കുമ്പോൾ ഒരു സോഡ വാങ്ങിക്കുമ്പം അവിടെ ഇരുന്ന് നമ്മൾ ലിറ്റ്മസ് പേപ്പർ തപ്പിക്കൊണ്ടിരിക്കുമോ ഇല്ലയോ? അതെങ്ങനെ കുടിച്ച് ദാഹം മാറ്റാമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ കുളിച്ചതിൻ്റെ ബാക്കി വല്ലോ ഫ്രിഡ്ജിലോ വല്ലോ ഇരിപ്പുണ്ടെങ്കിൽ അതൊരു ഇച്ചിരി എടുത്തിട്ട് ലിറ്റ്മസ് പേപ്പറിനകത്തിലൊന്ന് നോക്കിയാലേ ഈ ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. ലിറ്റ്മസ് പേപ്പറിനെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ? അത് ആസിഡാണ് കേട്ടോ, അതുകൊണ്ടാണ്. സോഡാ വെള്ളം നീല, ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നു കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റിലെയാണ് ആ ചോദ്യങ്ങളെല്ലാം. ഓക്കെ, അടുത്ത സോഡ വെള്ളത്തിൽ ആസിഡ് സ്വഭാവമാണോ അതോ ബേസിക് സ്വഭാവമാണോ? ഇൻ സോഡ വാട്ടർ അസിഡിക് ഓർ ബേസിക്? അസിഡിക് ആണ് കേട്ടോ. അസിഡിക് സ്വഭാവമാണ് നമ്മുടെ സോഡ വെള്ളത്തിനുള്ളത്. വിച്ച് ഈസ് ദ ആസിഡ് ഇൻ സോഡ വാട്ടർ? സോഡ വെള്ളത്തിലെ ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡാണ് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് നിങ്ങളെ. സോഡ വെള്ളത്തിലെ ആസിഡ് ഏതാണ് അല്ലേ? നമ്മൾ സോഡ വെള്ളം മേടിച്ച് കുടിക്കത്തില്ല, അതിനകത്തൊരു ആസിഡ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അതിന് മുമ്പേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണെന്നറിയോ? സോഡ വെള്ളത്തിലെ തുറക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്, ഏത് ഗ്യാസാണ് അവിടെ ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ ഏത് ആസിഡാണ് അവിടെ ഉണ്ടാകുന്നത്? കാർബോണിക് ആസിഡ്
ആസിഡാണ് കേട്ടോ. ആസിഡും ഗ്യാസും തിരിഞ്ഞു പോകല്ലേ. ഇനി സോഡാ വെള്ളത്തിലെ ആസിഡിൻ്റെ രാസസൂത്രം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ ഫോർമുല എഴുതുക. സോഡാ വെള്ളത്തിൻ്റെ നോക്കൂ നിങ്ങൾ, H2CO3 കാർബോണിക് ആസിഡാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഡാ വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ H2CO3 ആണ് കേട്ടോ, കാർബോണിക് ആസിഡാണ് കേട്ടോ. ഇനി നമ്മൾ സോഡാ വാട്ടർ തയ്യാറാക്കുന്നത് എങ്ങനെ? പ്രിപ്പയർ സോഡാ വാട്ടർ. സോഡാ വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അറ്റ് ഹൈ പ്രഷർ കേട്ടോ. ഉയർന്ന മർദ്ദത്തിൽ, അത് നല്ലപോലെ നോക്കണേ, ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഈ സോഡാ വെള്ളം നൽകുന്നത്. നമ്മളെല്ലാവരും പോയി കടയിൽ പോയി ഒരു സോഡാ വെള്ളം എന്ന് പറയില്ലേ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളെ? സോഡാ വാട്ടർ എങ്ങനെയാ? സോഡാ വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അറ്റ് ഹൈ പ്രഷർ കേട്ടോ. കണ്ട് നോക്കിയേ, CO2 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്, നോക്കണേ, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O വെള്ളവും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? H2CO3 സോഡാ വെള്ളം ഉണ്ടാകുന്നത് കേട്ടോ. H2CO3 ഉണ്ടാകുന്നത് മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടെ ചേരുമ്പോഴാണ് സോഡാ വെള്ളം ഉണ്ടാകുന്നത് കേട്ടോ, മനസ്സിലാക്കണേ. ഇനി സൾഫർ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? സൾഫർ, നമ്മളിപ്പോൾ സോഡാ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കെമിക്കൽ ഫോർമുലയൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സൾഫർ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോൺ മെറ്റലാണ് കേട്ടോ, എന്ന് വെച്ചാൽ അലോഹമാണെന്നാണ്, നോൺ മെറ്റലാണ്. ഇത് നമ്മൾ ഇതിനെ എടുത്ത് ജലത്തിൽ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? SO2, സൾഫർ ഡൈ ഓക്സൈഡ് SO2. ഇത് എടുത്ത് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ, H2O ആണ് വെള്ളം, വാട്ടറിൻ്റെ ആണ് H2O. വെള്ളത്തിൽ ഇടുമ്പോൾ ഏതാ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? H2SO3 ആണ്. H2SO4 അല്ല, H2SO3 ആണ് ഉണ്ടാകുന്നത്. സൾഫ്യൂറസ് ആസിഡ് ആണ് കേട്ടോ, സൾഫ്യൂരിക് അല്ല, സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ, PSC ഒക്കെ ചോദിക്കുന്നതാണ്. സൾഫർ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ SO2 പ്ലസ് വെള്ളത്തിനാണ് നമ്മൾ ജലം H2O എന്ന് പറയുന്നത്. ഗിവ്സ് എന്തുണ്ടാകുന്നു? H2SO3, SO4 അല്ല, SO3 ആണ്, സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകുന്നു കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി മാത്രമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അടുത്ത, നോൺ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ദെയർ. ഈ നോൺ മെറ്റൽ എന്ന് വെച്ചാൽ അലോഹങ്ങൾ. ഇത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു കുഞ്ഞുങ്ങളെ? ഓക്സൈഡുകളാണ് ഉണ്ടാകുന്നത് കേട്ടോ. ലോഹങ്ങളല്ല, നോൺ മെറ്റലാണ് കേട്ടോ. അലോഹങ്ങൾ റിയാക്ട് വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഓക്സൈഡുകളാണ് ഉണ്ടാകുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഓക്സൈഡ് ഓഫ് ദ ഫോളോയിങ് നോൺ മെറ്റൽസ്. അതായത് കാർബൺ, നൈട്രജൻ, ഫോസ്ഫോറസ് അല്ലേ, ഇതൊക്കെ, ഫോസ്ഫറസ്, സൾഫർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ മെറ്റൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിനെ മൂലകത്തിൻ്റെ പ്രധാന ഓക്സൈഡുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, ഒന്നാമത്തെ കാർബൺ കേട്ടോ, മെയിൻ ഓക്സൈഡ് ഓഫ് എലമെൻറ്റ്സ്. മൂലകത്തിൻ്റെ പ്രധാന ഓക്സൈഡ് ഏതാണ്? കാർബണിനകത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന കേട്ടോ, മൂലകത്തിൻ്റെ പ്രധാന ഓക്സൈഡ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2. അടുത്ത നൈട്രജൻ ഏതാണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആണ്, P2O5 ആണ് കേട്ടോ, P2O5. സൾഫറിൻ്റെയോ? സൾഫർ ട്രൈ ഓക്സൈഡ് ആണ് കേട്ടോ, ട്രൈ ഓക്സൈഡ്. എല്ലാം പേരൊന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2 ആണ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. അടുത്ത ഫോസ്ഫോറസ് കേട്ടോ, ഫോസ്ഫറസും ഇതിനകത്തിലുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ പെട്ടെന്ന് ഫോസ്ഫറസ് ആകും നിങ്ങളെ. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആണ് കേട്ടോ, പെൻഡോക്സൈഡ് P2O5. അടുത്ത സൾഫർ ട്രൈ ഓക്സൈഡ് ആണ്, SO3 കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണിത്, എഴുതിയെടുക്കണം. ഓക്കെ, ടെസ്റ്റിലെ അടുത്ത് നോക്കൂ നിങ്ങളെ. മെയിൻ ഓക്സൈഡ് ഓഫ് ദ എലമെൻറ്റ്സ്, മൂലകത്തിൻ്റെ പ്രധാന ഓക്സൈഡുകൾ. ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി ആസിഡ് ഫോംഡ് ബൈ റിയാക്റ്റിംഗ് വിത്ത് വാട്ടർ. ഇത് ജലവുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡിൻ്റെ രാസസൂത്രം എഴുതുക. അടുത്തത്, ദ കെമിക്കൽ നെയിം ബൈ ദ ആസിഡ് ഫോംഡ് ബൈ റിയാക്റ്റിംഗ് വിത്ത് വാട്ടർ. ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡിൻ്റെ രാസനാമം കേട്ടോ. ഇത് രാസസൂത്രവുമാണ്, അതായത് ഇതെന്താ? കെമിക്കൽ ഫോർമുലയാണ്, ഇത് കെമിക്കൽ നെയിമാണ് കേട്ടോ.
മനസ്സിലാക്കണേ, തിരിഞ്ഞു പോകല്ലേ. നോക്കിയേ, നൈട്രജൻ ഡൈ ഓക്സൈഡ് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, നൈട്രജൻ ഡൈ ഓക്സൈഡ് HNO3 ആണ് കേട്ടോ. HNO3 അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് വെച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. HNO3 എന്ന് വെച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, P2O5 കേട്ടോ. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആണെങ്കിൽ H3PO4 ആണ്. H3PO4 ആണ്. അതെന്താ? ഫോസ്ഫോറിക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫോസ്ഫോറിക് പറഞ്ഞില്ലായിരുന്നോ, അതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് മനസ്സിലാക്കണം നിങ്ങളെ, ജലവുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡിൻ്റെ രാസസൂത്രം H3PO4 ആണ്. ഇതിൻ്റെ കെമിക്കൽ നെയിം ഫോസ്ഫോറിക് ആസിഡ് ആണ് കേട്ടോ. അടുത്തത് സൾഫർ ഡ്രൈ ഓക്സൈഡ്. ഇപ്പം നമ്മൾ പറഞ്ഞു സൾഫർ ഡ്രൈ ഓക്സൈഡ്, അതായത് SO3, അത് ജലവുമായിട്ട് ലഭിക്കുമ്പോൾ H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും കേട്ടോ. H2SO4 ആണ്, 3 അല്ല. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. ഈ കെമിക്കൽ ഫോർമുലയും കെമിക്കൽ നെയിമും നല്ലപോലെ ഇപ്പം നമ്മൾ ഇതിനകത്ത് കുറേ എണ്ണത്തിൻ്റെ പറഞ്ഞു, ഇതൊക്കെ നല്ലതുപോലെ ഒരു ചെറിയ ഒരു ബോണ്ട് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രിയുടെ തന്നെ ബുക്ക് എടുത്തിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇത് എഴുതണം കേട്ടോ നിങ്ങൾ. എന്ന് വെച്ചാൽ ഇത് അടുത്ത വർഷവും ഈ വർഷം തന്നെയൊക്കെ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളതാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് H3PO4 എന്ന് കേൾക്കുമ്പം ഇതെന്തുവാ, ഇല്ലയോ H എന്തുവാ P എന്തുവാ കേട്ടോ. അതുകൊണ്ടൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ജലവുമായിട്ട് ലഭിക്കുമ്പോൾ എന്ത് കിട്ടും? H3PO4, ഫോസ്ഫോറിക് ആസിഡ് കേട്ടോ. ഇതൊക്കെ അതുപോലെ വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഓക്കെ ആണേ. ഇനി നമ്മൾ പഠിക്കുന്നത് ബേസ് ആവും നിങ്ങളെ. ഇതുവരെ നമ്മൾ പഠിച്ചത് ആസിഡിനെ കുറിച്ചാണ്. ഇനി ബേസ് ആണ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ്, ബേസുകളുടെ പൊതു സ്വഭാവം. നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡ് ആണെങ്കിൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസ് ആണ്. അത് നല്ലപോലെ ആ ഒരു വരി പഠിക്കണം കേട്ടോ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡ് ആണെങ്കിൽ ചുവന്ന ലിറ്റ്മസിനെ ബേസ് ആക്കുന്നത് ബേസ് ആണ് കേട്ടോ. ഹാവിയ സോർ ടേസ്റ്റ് ആയിരുന്നു ആർക്കാ? ആസിഡിന്. പക്ഷേ ഇതോ ബിറ്റർ ടേസ്റ്റാ, കയ്പ്പ് രുചിയാട്ടോ, കയ്പ്പ്. ക്യാൻ ഫീൽ സ്ലിപ്പറി ടു ടച്ച്. നമ്മൾ ഈ ബേസ് ആണെങ്കിൽ നമ്മൾ തൊടുമ്പോൾ ഒരുമാതിരി വഴുവഴുപ്പുള്ളതായിട്ട് നമുക്ക് തോന്നും. ഒരു എക്സ്പെരിമെൻറ്റ്, നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ അങ്ങോട്ട് കത്തിക്കുക. എന്നിട്ട് നിരീക്ഷണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ലഭിച്ച വെളുത്ത പൊടി എന്തായിരിക്കും? നമ്മളിത് നേരത്തെയും പഠിച്ച ഓർമ്മയുണ്ടോ? ഈ മഗ്നീഷ്യം റിബൺ കത്തിക്കുന്നത് ഓർമ്മയുണ്ടോ? നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് കഴിഞ്ഞ ചാപ്റ്ററിലെങ്ങാണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുക, എന്നിട്ട് നിരീക്ഷണം എഴുതുക. എന്താ ലഭിച്ച വെളുത്ത പൊടി എന്തായിരിക്കും? മഗ്നീഷ്യം ഓക്സൈഡ് ആണ് അവിടെ കേട്ടോ. എന്താ അവിടെ കിട്ടിയത്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ബേൺ എ വെൽ സ്ക്രബ്ഡ് ആൻഡ് ക്ലീൻഡ് മഗ്നീഷ്യം റിബൺ. വാട്ട് വിൽ ബി ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ്? ഏതാ നിങ്ങളെ? മഗ്നീഷ്യം ഓക്സൈഡ്. ഇനി ഈ ഉൽപ്പന്നം വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ട് 2-3 തുള്ളി ജലം അതിനകത്ത് ചേർക്കുക. ഈ പൊടി എടുത്തിട്ട് നമ്മളിപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ആ പൊടി എടുത്തിട്ട് അതിനകത്തോട്ട് 2-3 തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങളെ. എന്നിട്ട് എന്ത് ചെയ്യണം? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ സ്വഭാവം ഒന്ന് കണ്ടുപിടിക്കാനാ. എന്തായിരിക്കും? ചുവന്ന ലിറ്റ്മസ് പേപ്പർ പെട്ടെന്ന് നീലയായിട്ട് മാറും. എന്തുകൊണ്ടാ? അത് ബേസാ അല്ലേ? ഇത് ബേസായ അതുകൊണ്ടാണ് എന്താ ചുവന്ന ലിറ്റ്മസ് പേപ്പർ പെട്ടെന്ന് നീലയായിട്ട് മാറുന്നു. ടേക്ക് ദീസ് പ്രോഡക്റ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഫൈൻഡ് ദ നേച്ചർ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. റെഡ് ലിറ്റ്മസ് ടേൺ ബ്ലൂ ആയിട്ട് മാറുന്നു. നേരത്തെ ആസിഡുകളെ കുറിച്ചൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ഇത് ബേസ് ആണ്. ബേസ് ആകുമ്പോൾ എന്താ? ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവും കേട്ടോ. അടുത്തത് ഈ പ്രവർത്തനത്തിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ രാസസമവാക്യം അല്ലേ? അതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ MgO മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2 അല്ലേ? അല്ല, മഗ്നീഷ്യവും വെള്ളവും, മഗ്നീഷ്യത്തിൽ വെള്ളം അല്ലേ ഒഴിക്കുമ്പോൾ, മഗ്നീഷ്യം അല്ലായിരുന്നോ ഇപ്പോൾ പൊടി കിട്ടിയത്? ഏതായിരുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ആവും നിങ്ങളെ നമുക്ക് ആ പൊടി വെള്ള പൊടിയായിട്ട് കിട്ടിയത്. നമ്മളിപ്പോൾ ഒരു സാമ്പ്രാണിത്തിരി എടുത്ത് കത്തിക്കുക. സാമ്പ്രാണിത്തിരി എടുത്ത് കത്തിക്കുമ്പോഴും അതിനകത്തിലെ പൊടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ തന്നെ എന്താണ് മഗ്നീഷ്യത്തിൻ്റെ റിബൺ എടുത്ത് കത്തിക്കുമ്പോഴും നല്ല വെളുത്ത ഒരു പൊടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പൊടിക്കകത്തിൽ 2-3 തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നതെന്നാണ്. അത്രയേ ഉള്ളൂ നിങ്ങളെ. MgO പ്ലസ് H2O ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നു അവിടെ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അന്നേരം അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. MgOH ടോയ്സ് 2 കണ്ടോ ഇവിടെ കിടക്കുന്ന വെളിയിലാട്ടോ ടോയ്സ്.
അങ്ങനെയാണെങ്കിൽ അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. നെക്സ്റ്റ് ആക്ടിവിറ്റി ആഡ് ചെയ്യ ലിറ്റിൽ ബിറ്റ്. നോക്കിപ്പോൾ നമ്മൾ ഓരോന്നിനെ കുറിച്ച് മഗ്നീഷ്യം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആസിഡിനകത്തിലെ കുറേ എക്സ്പെരിമെൻ്റ് പഠിച്ചായിരുന്നു അല്ലേ. ആസിഡ് മെറ്റലുമായിട്ട് ചേരുമ്പോൾ എന്താണ്, കാർബണേറ്റുമായിട്ട് ആസിഡ് ചേരുമ്പോൾ എന്തുണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ ബേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബേസിനകത്തിലാണ് മഗ്നീഷ്യത്തിനകത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്വിക്ക് ലൈം. ചുണ്ണാമ്പുവെള്ളം ഉണ്ടല്ലോ നിങ്ങളെ, അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ടു ദ ക്വിക്ക് ലൈം അല്ലേ, കാൽസ്യം ഓക്സൈഡ് ടു ദ വാട്ടർ ഇന്നെ എന്താ നീറ്റുകക്കയ്ക്കാണ് ഈ ക്വിക്ക് ലൈം എന്ന് പറയുന്നത് കേട്ടോ, നീറ്റുകക്ക. To a water in a beaker and the stir. Take a little clean solution from the beaker into a test tube and add a drop of red litmus solutions to it. What do you observe? അതായത് ഒരു ബീക്കറിലെ ജലത്തിൽ അല്പം താഴെ കൊടുത്തിട്ടുള്ള ഒരു നീറ്റ് കക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ചേർത്ത് ഇളക്കുക. നീറ്റ് കക്ക ക്വിക്ക് ലൈം കേട്ടോ, ചേർത്ത് ഇളക്കുക. ഈ ബീക്കറിൽ നിന്നും അല്പം തെളിഞ്ഞ ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിൽ ഒരു തുള്ളി ചുവന്ന ലിറ്റ്മസ് ലായനി ചേർക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെ അല്ലേ. എന്താ, ഒരു ബീക്കറിലെ ജലത്തിൽ അല്പം നീറ്റ് കക്ക അതായത് അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ചേർത്ത്, ഇത് നീറ്റ് കക്കയ്ക്ക് പറയുന്നത് കേട്ടോ, കാൽസ്യം ഓക്സൈഡ് എടുത്ത് ചേർക്കുക. ആ ബീക്കറിൽ നിന്നും ആ വെള്ളത്തിനകത്ത് നിന്ന് ഒരിച്ചിരി എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ചുവന്ന ലിറ്റ്മസ് ലൈനി ചേർക്കുക. അന്നേരം എന്തുണ്ടാകുന്നു, മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താവും നിങ്ങൾ, എന്താ സൊല്യൂഷൻ ടേൺ ബ്ലൂ, ചുവന്ന ലിറ്റ്മസ് ലൈനി നീല ലിറ്റ്മസ് ആയിട്ട് മാറുന്നു. അത് മുമ്പ് പറഞ്ഞ അതേ ഇത് തന്നെയാണ് കേട്ടോ. കാരണം എന്താ, ഇത് ബേസ് അല്ലേ. വാട്ട് ഡസ് ലിറ്റ്മസ് ടെസ്റ്റ് ഷോ ദ നേച്ചർ ഓഫ് ദീസ് സബ്സ്റ്റൻസ്. ഈ പദാർത്ഥത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ലിറ്റ്മസ് പരീക്ഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്താണ്? ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ദ സബ്സ്റ്റൻസ് ഇൻ ബേസിക് നേച്ചർ, ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് ഇതിന് ബേസിക് നേച്ചർ ആവും ഞങ്ങളെ. ഇതിന് അങ്ങനെ എഴുതിയാൽ മതി, ഇതിൻ്റെ ബേസിക് സ്വഭാവമാണ്, അടിസ്ഥാനമെന്നല്ല, ഇതിന് ബേസിക് സ്വഭാവമാണ് കേട്ടോ. ആസിഡും ബേസും അല്ലേ, ഇതിൻ്റെ ബേസിക് സ്വഭാവമാണ് കേട്ടോ. വൃത്തിയായിട്ട് എഴുതണേ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ഓരോരോ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരവും മലയാളവും ഇംഗ്ലീഷുമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ഫോംഡ് വെൻ കാൽസ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ. ഈ കാൽസ്യം ഓക്സൈഡ് ജലവുമായിട്ട് പ്രവർത്തിച്ചുണ്ടായ പദാർത്ഥം എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ് കേട്ടോ. കാൽസ്യം ഓക്സൈഡ് വെള്ളവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഒരു മാർക്കിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്താണെങ്കിലും, ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും വെള്ളവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു, അതിൻ്റെ കെമിക്കൽ ഇക്വേഷനും അറിയണം കേട്ടോ. അതാണ് നമ്മൾ ഇതുവരെ പറയുന്ന എല്ലാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആസിഡ് എന്താണ്, ആസിഡിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്നു. ബേസ് എന്താണ്, അതിനകത്തിൽ സ്ട്രോങ് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ബേസ് ഉണ്ട്, വീക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം എന്താണെന്ന് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസസമവാക്യം എന്താവും നിങ്ങളെ, CaO അല്ലേ, കാൽസ്യം ഓക്സൈഡിൻ്റെ കൂടെ H2O വെള്ളവും അല്ലെ ജലവും കൂടെ ഗീവ്സ് എന്തുണ്ടാകുന്നു, CaOH ടോയ്സ്. ടി താഴെ, ടീന്ന് 2 താഴെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ എന്തുണ്ടാകുന്നു, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അടുത്ത CaO MgO ഇവ ലോഹ ഓക്സൈഡുകളാണോ അലോഹ ഓക്സൈഡുകളാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളെ, CaOയും CaO എന്ന് വെച്ചാൽ എന്താ, കാൽസ്യം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം MgO മഗ്നീഷ്യം ഓക്സൈഡും അല്ലേ, ഇവയൊക്കെ അലോഹമാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താവും നിങ്ങളെ, ഇതൊക്കെ മെറ്റൽ ഓക്സൈഡുകളാണ് കേട്ടോ, ലോഹ ഓക്സൈഡുകളാണ്. നമ്മളോട് ചോദിച്ച ചോദ്യമാണ് അവർ. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇനി ഏതൊക്കെ ഇത് ബേസാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. ഇതിനകത്തിലെ ബേസുകളിൽ ഈ ഇപ്പം നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, എന്താ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഈ ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ വരുന്നതൊക്കെ ഓർത്തോണം. ഇത് വെള്ളവുമായിട്ട് ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് ഓക്സൈഡുകൾ, കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇവയൊക്കെ ജലത്തിൽ ലയിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ഈ പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിന് NaOH എന്നാണ് അല്ലേ. ഇത് ജലത്തിൽ ലയിക്കുമ്പോൾ അവിടെ എന്താ അതിൻ്റെ രാസസമവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
Na എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവും ഫസ്റ്റ് Na പോസിറ്റീവ് അയോണുകളും OH എന്ന് വെച്ചാൽ മൈനസുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്സൈഡ് അയോണാണ് അവിടെ കിട്ടുന്നത് കേട്ടോ. ഹൈഡ്രോക്സൈഡ് അയോണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ CaOH ട്വൈസ് അല്ലേ? CaOH ട്വൈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ എന്താവും നിങ്ങളെ നോക്കിയേ? Ca എന്ന് പറയുന്നത് 2+ കേട്ടോ, 2+ അയോണാണ്. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ Ca2+ അയോണും 2OH മൈനസ് അയോണുമായിട്ട് മാറുന്നു. ഇതൊക്കെ നോക്കണേ കേട്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കേട്ടോ. CaOH എന്ന് വെച്ചാൽ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ Ca2+ അയോണുകളായിട്ടും 2OH മൈനസ് അയോണുകളായിട്ടും മാറുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ കോമൺ അയൺ ലിബറേറ്റഡ് വെൻ ആൽക്കലീസ് ഡിസോൾവ് ഇൻ വാട്ടർ? ഈ ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന പൊതുവായ അയോണുകൾ ഏതെല്ലാമാണ്? OH മൈനസ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന പൊതുവായ അയോൺ ഏതാണ്? OH മൈനസ് ആണ് കേട്ടോ. എന്താണ് ആൽക്കലി എന്നാൽ എന്താണ്? ആൽക്കലീസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ ആൻഡ് അക്വസ് സൊല്യൂഷൻസ്. നമ്മൾ ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ കുറേ കെമിക്കൽ നെയിമുകളും കെമിക്കൽ ഫോർമുലയും എല്ലാത്തിനും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ തുടക്കം മുതലേ നിങ്ങൾ മനസ്സിലാക്കിയോ? എല്ലാത്തിൻ്റെയും കോമൺ നെയിമുകളും കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലയും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നോക്കിയോ നിങ്ങളെ? കാസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് കേട്ടോ. കാസ്റ്റിക് സോഡയ്ക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ് അവിടുത്തെ ഫോർമുല. മിൽക്ക് ഓഫ് ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണത് കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. അടുത്ത പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം നോക്കിയേ, ഈ ഇതിൻ്റെ എല്ലാം കെമിക്കൽ നെയിം നോക്കൂ കുഞ്ഞുങ്ങളെ. സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കണ്ടോ? ഇതെല്ലാം OH നോക്കിയേ. സോഡിയം സോഡിയമാണ്, OH. Ca കാൽസ്യം അല്ലേ, OH. പൊട്ടാസ്യം K, അതിൻ്റെ കൂടെയും OH. മനസ്സിലായോ? OH വന്നുണ്ടോ? ഇതെല്ലാം എന്താണ്? സാധാരണ നെയിം കാസ്റ്റിക് സോഡ സാധാരണ നെയിം പറയുന്നെങ്കിലും അതിൻ്റെ കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. NaOH, CaOH ട്വൈസ്, KOH കേട്ടോ. K പൊട്ടാസ്യം ആണ് കേട്ടോ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് കേട്ടോ. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യമാണേ, എഴുതിയെടുക്കണേ. അടുത്ത നിർവീരീകരണ പ്രവർത്തനം, ന്യൂട്രലൈസേഷൻസ് റിയാക്ഷൻ. നിർവീരീകരണ പ്രവർത്തനം, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അവിടെ ഒരുപാട് ഇതിനകത്ത് കൂടുതൽ എക്സ്പെരിമെൻ്റ് ആട്ടോ. വാട്ട് കളർ ഡിഡ് ദ സൊല്യൂഷൻസ് ഗെറ്റ്? അതിനകത്തിൽ ഒരു വലിയ എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഞാനത് വാരി വലിച്ച് എഴുതിയിട്ടില്ല, നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഉണ്ട്. നിങ്ങളെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ആ പേജ് എടുക്കണം കേട്ടോ. ആ പേജിനകത്തിലുണ്ട്. അതിനകത്തിലെ നമ്മുടെ ചോദ്യം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അവിടെ ഈ ലായനിക്ക് എന്ത് നിറമാണ് അവിടെ ലഭിച്ചതെന്ന്, ആ ന്യൂട്രലൈസേഷൻ്റെ ആ എക്സ്പെരിമെൻറ്റിനകത്തിൽ എന്ത് നിറമാണ് അവിടെ ലഭിച്ചതെന്ന് കേട്ടോ. അത് നിങ്ങൾ ആ ചോദ്യം ഉണ്ട് അതിൽ കേട്ടോ. അവിടെ ഏത് നിറമാണ് ലഭിച്ചത്? പിങ്ക് നിറമാണ് കേട്ടോ. വിച്ച് വാസ് ദ കളർ ഓഫ് NaOH സൊല്യൂഷൻസ് ഫീനോഫ്താലിൻ വാസ് ആഡഡ്? ഇനി ഫീനോഫ്താലിൻ ചേർത്തപ്പോൾ ഈ NaOH ലായനിയുടെ നിറം എന്തായിരിക്കും? ആദ്യമേ അത് പിങ്ക് കളറായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഫീനോഫ്താലിനും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് എന്ത് കളറാണ്? പിങ്ക് കളർ തന്നെയാട്ടോ. അതിനൊരു മാറ്റവും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ NaOH ലായനിയുടെ ഏത് സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? വാട്ട് പ്രോപ്പർട്ടി ഓഫ് NaOH സൊല്യൂഷൻ ഡസ് ദ ഇൻഡിക്കേറ്റ്? അതിന് ബേസിക് നേച്ചർ ആവും നിങ്ങളെ അല്ലേ. അതിൻ്റെ ബേസിക് സ്വഭാവം, നേച്ചർ എന്ന് വെച്ചാൽ സ്വഭാവമാണ് കേട്ടോ. ബേസിക് സ്വഭാവം മലയാളംകാർക്ക് കേട്ടോ. വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ദ കളർ ഓഫ് ദ NaOH സൊല്യൂഷൻ ഡിക്രീസ് ഇൻ HCl ഈസ് ആഡഡ്? അതായത് നമുക്ക് ഇതിൻ്റെ നിറം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ, അത് വേറെയല്ലേ, ഇതും വേറെ. വാട്ട് കളർ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ദ കളർ ഓഫ് ദ NaOH സൊല്യൂഷൻ ഡിക്രീസ് ആവുമ്പോൾ, സൊല്യൂഷൻ ഡിക്രീസ് ആണ് കേട്ടോ. ഡിക്രീസ് HCl ആഡ് ചെയ്യുമ്പോൾ
കേട്ടോ. HCl ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴും അന്നേരം എന്താ അതിന് ബേസിക് നേച്ചറാണ് കേട്ടോ. ബേസിക് നേച്ചർ ഡിക്രീസ്. കാരണം എന്താ, എൻ്റെ സൊല്യൂഷൻ ഡിക്രീസ് ആസ് HCl ആഡ് ചെയ്യുമ്പോൾ ബേസിക് നേച്ചർ അപ്പം ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ, കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആ സാധാരണ ബേസിക് സ്വഭാവത്തിൽ നിന്നും അത് ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത, നിറം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ NaOH അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല കേട്ടോ, നോ. വിൽ NaOH റിമെയിൻസ് ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക് വെൻ ദ കളർ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവുന്നുണ്ടോന്നും, മൊത്തത്തിൽ മാറുന്നുണ്ടോ? നോ, ഇല്ല കേട്ടോ. അത് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ന്യൂട്രലൈസേഷൻ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ എക്സ്പെരിമെൻ്റ് വാരി വലിച്ച് എഴുതിയില്ല നിങ്ങളത് നോക്കണേ. എന്താണ് ഈ നിർവീരീകരണ പ്രവർത്തനം എന്നാൽ എന്ത്? ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആസിഡ് ആൻഡ് എ ബേസ് റിയാക്ട് ആൻഡ് ലോസ് ദെയർ പ്രോപ്പർട്ടീസ് ടു ഫോം വാട്ടർ ആൻഡ് എ സാൾട്ട് ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. The chemical reaction in which an acid and a base react and lose their properties to form water and a salt is known as a neutralization reaction. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന രാസപ്രവർത്തനം നിർവീരീകരണ പ്രവർത്തനം എന്ന് അറിയപ്പെടുന്നു. മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കണ്ടോ. അത് രണ്ടും നിങ്ങൾക്കപ്പം വായിച്ചാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നത് ഏത് ആസിഡാവും നിങ്ങളെ? നമ്മുടെ ആമാശയത്തിൽ അല്ലേ, നമ്മുടെ വയറ്റിനകത്തിൽ അല്ലേ ഉണ്ടാകുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നത് ഏത് ആസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ സ്റ്റൊമക്ക് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ്. എന്താ ഈ അൻറ്റാസിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അൻറ്റാസിഡ് ആറ് മെഡിസിൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഇൻ ദ സ്റ്റൊമക്ക്. നമ്മുടെ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധങ്ങളാണ് അൻറ്റാസിഡുകൾ എന്ന് പറയുന്നത്. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അൻറ്റാസിഡുകൾ എന്ന് പറയുന്നത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് ആൾസോ നോൺ ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഇസ് എ കോമൺലി യൂസ്ഡ് അൻറ്റാസിഡ്. ഈ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അൻറ്റാസിഡാണ്. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ, അതുകൊണ്ടാണ് അത് എഴുതിയിട്ടത്. പേരൊക്കെ ഓർത്തു വെച്ചോണേ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ വേറൊരു പേരാവും ഞങ്ങളെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് കേട്ടോ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ സാധാരണയായിട്ട് അൻറ്റാസിഡായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അൻറ്റാസിഡ് അസിഡിറ്റി മാറ്റാൻ വേണ്ടി. ഇനി എന്താണ് ഈ pH മൂല്യം എന്ന് വെച്ചാൽ? നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ കളറൊക്കെ കൊടുത്ത് pH മൂല്യം എന്ന് എഴുതിയിട്ടുണ്ട്. pH വാല്യൂ. വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ? നിർവീര്യ ലായനിയുടെ pH മൂല്യം എത്രയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 7 ആണ്. 7 കേട്ടോ. വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ? 7 ആണ്. pH മൂല്യം 7ൽ കൂടിയ ലായനിക്ക് എന്ത് സ്വഭാവമാണ്? 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസിക് നേച്ചറാണ്. ആ പടം നോക്കണേ നിങ്ങളെ ടെസ്റ്റിൽ. 7ൽ കൂടുതൽ, കളറിൽ വ്യത്യാസം വരുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസിക് നേച്ചറാണ്. 7ൽ കുറവാണെങ്കിൽ അത് അസിഡിക് നേച്ചറുമാണ് കേട്ടോ. 7ൽ pH വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിർവീര്യ ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7 ആണ്. 7 ആകുമ്പോൾ നിർവീര്യം, ന്യൂട്രലാണ്. 7ൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളതാണ്. 7ൽ കൂടുതലായിട്ടാണ് വരുന്നെങ്കിൽ അത് ബേസിക്കും, 7ൽ കുറവാണെങ്കിൽ അത് അസിഡിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ എണ്ണത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. അതാണ്ട് നെയിം ദ സബ്സ്റ്റൻസ്, പദാർത്ഥത്തിൻ്റെ പേര്, അതിൻ്റെ pH മൂല്യം, അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെമൺ ജ്യൂസ്, നാരങ്ങാനീര് എന്താ 1 to 2 ആ കൊടുത്തിരിക്കുന്നത്. അത് എന്താ 7ൽ താഴെയല്ലേ? 7ൽ താഴെയാണെങ്കിൽ എന്താണ്? അത് അസിഡിക്കാണ് അല്ലേ. 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസും, 7ൽ കുറവാണെങ്കിൽ അത് അസിഡിക്കുമാണ്. അടുത്ത ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 to 2 ആണ്. അതും എന്താ 7ൽ കുറവല്ലേ, അപ്പോൾ അതും അസിഡിക്കാണ്. വാട്ടർ, ജലം നോക്കൂ നിങ്ങളെ. ജലം 7 ആണ്. 7 വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. 7ൽ താഴെ വന്നാൽ അത് അസിഡിക്കും, 7ൽ കൂടിയൽ വന്നാൽ അത് ബേസിക്കുമാണ്. അടുത്ത കോമൺ സാൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി എന്താണ്? 7 ആണ്. ഉപ്പിൻ്റെയും പറയുന്നത് 7 ആണ്. അപ്പോൾ അതും ന്യൂട്രലാണ്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻസ്, അത് 13, 14 പറയുന്നു. 13, 14 എന്ന് വെച്ചാൽ 7 കൂടുതലാണ്. 7 കൂടുതലാണെങ്കിൽ അത് ബേസ് ആണ്. സോപ്പ് സൊല്യൂഷനും 9, 10, 10, 11 ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അതും 7 കൂടുതലാണ്. അപ്പോൾ അതും ബേസ് ആണ് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അതായത് pH 7ൽ കൂടുതലാണെങ്കിൽ
കേട്ടോ. 7-ൽ കൂടുതലാണെങ്കിൽ അത് ബേസിക്കും, 7-ൽ കുറവാണെങ്കിൽ അത് അസിഡിക്കും, pH 7 തന്നെയാണെങ്കിൽ അത് ന്യൂട്രലുമാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ ഒരു മാല പോലെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. ഓക്കെ, ആസിഡിൻ്റെ സ്വഭാവം കൂടുതലുള്ള മണ്ണിൻ്റെ അസിഡിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട് എന്താണ് ചേർക്കുന്നത്? എന്താ നിങ്ങളെ, അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണിൻ്റെ അസിഡിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുമ്മായം ചേർക്കാറുണ്ട് കേട്ടോ. കുമ്മായം, അതായത് സ്ലേക്ക്ഡ് ലൈംസ് ഈസ് ആഡഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് അസിഡിക് സോയിൽ. അതുപോലെ മണ്ണിൻ്റെ ബേസിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട് അസിഡിക് സ്വഭാവമുള്ള അമോണിയം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റും മണ്ണിൽ ചേർക്കാറുണ്ട് കേട്ടോ. നമ്മുടെ മണ്ണുണ്ടല്ലോ, മണ്ണിൻ്റെ ബേസിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട്, അസിഡിക് സ്വഭാവം കൂടുന്നതിനായിട്ട് നമ്മൾ കുമ്മായം ചേർക്കും അല്ലേ, അത് കുറയ്ക്കുന്നതിനായിട്ട് കുമ്മായം. എന്നാൽ ബേസിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അമോണിയം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റുമാണ് കേട്ടോ. സ്ലേക്ക്ഡ് ലൈംസ് ഈസ് ആഡഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് അസിഡിക് സോയിൽ. സിമിലർലി അസിഡിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് അമോണിയം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റ് ആർ ആഡഡ് ടു ദ സോയിൽ ടു റെഡ്യൂസ് ദ ബേസിക് നേച്ചർ ഓഫ് ദ സോയിൽ. ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ സാൾട്ടാണ്. നമ്മൾ ആസിഡ് ബേസ് സാൾട്ട് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സാൾട്ട് കുറച്ചേ ഉള്ളൂ നിങ്ങളെ. സാൾട്ട്, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ് വെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈലൂട്ട് ഹൈഡ്രോക്സൈഡ് ആസിഡ് റിയാക്ട്? അത് നമ്മുടെ ടെസ്റ്റിലെ സാൾട്ടിൻ്റെ താഴത്തെ ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? സോഡിയം ക്ലോറൈഡും ജലവുമാണ് കേട്ടോ. സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ആണ്. ഇനി അടുത്ത, ഹിയർ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഫോംഡ് വെൻ ദ കോമൺ കോമ്പോണൻസ് ഓഫ് ദ ആസിഡ് ആൻഡ് കോമൺ കോമ്പോണൻസ് ഓഫ് ദ ആൽക്കലീസ്? ഇവിടെ ആസിഡിന്റെ പൊതുഘടകവും ആൽക്കലിയുടെ പൊതുഘടകവും സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? വാട്ടർ ആണ് കേട്ടോ, ജലം, H2O. ആ ചോദ്യം ഓരോന്നും സ്റ്റെപ്പായിട്ട് നമ്മൾ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ആൻസർ ആയി കൊടുത്തേക്കുന്നത് കേട്ടോ. തീരാറായി കുഞ്ഞുങ്ങളെ. അടുത്ത, സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോണും ഹൈഡ്രോക്സൈഡ് ആസിഡിലെ നെഗറ്റീവ് അയോണും സംയോജിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ചോദ്യമൊക്കെ നല്ലപോലെ നോക്കണേ. സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോണും ഹൈഡ്രോക്ലോറിക് ആസിഡിലെ നെഗറ്റീവ് അയോണും സംയോജിച്ചുണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ദ പോസിറ്റീവ് അയോൺ ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ദ നെഗറ്റീവ് അയോൺ ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് കമ്പൈൻ? ഏതാ? Na എന്ന് പറയുന്നത് പോസിറ്റീവ് അയോണും Cl എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇത് ഗീവ്സ് NaCl, സോഡിയം ക്ലോറൈഡ്. NaCl എന്ന് വെച്ചാൽ എന്താ? ഉപ്പ് അല്ലേ, ഉപ്പുണ്ടാകുന്നു. Na+Cl. HCl എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. NaOH എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. നമുക്കറിയാം ഇത് ചേരുമ്പോൾ എന്തോന്നു? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു കേട്ടോ. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല, അതായത് നമ്മൾ ഈ ക്ലോറൈഡ് Cl മൈനസ് അല്ലേ, ക്ലോറൈഡ് അയോൺ റിയാക്ട് വിത്ത് സിൽവർ നൈട്രേറ്റ് ടു ഫോം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവർ സിൽവർ ക്ലോറൈഡ്. ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? ഞാൻ ആ എക്സ്പെരിമെൻ്റ് അങ്ങ് ചുരുക്കിയത്, കാരണം ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് എക്സ്പെരിമെൻ്റ് ഈ പാഠത്തിലുണ്ട്. ഒത്തിരി ആസിഡും ബേസും തങ്ങളിൽ വേർതിരിക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോറൈഡ് എന്ന് പറയുന്ന മൈനസ് അയോൺ സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡിൻ്റെ ഒരു വെളുത്ത പൊടിയുണ്ടല്ലോ, അപക്ഷിപ്തം ഉണ്ടാകുന്നുണ്ട്. വെളുത്ത പൊടി മുമ്പ് നമ്മൾ പറഞ്ഞില്ല, മാഗ്നീഷ്യത്തിൻ്റെ എന്ന് പറഞ്ഞുള്ള ചെറിയ വെളുത്ത പൊടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അടുത്ത, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻസ്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും അതായത് H2SO4, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അതായത് MgOH ലൈനിയും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതാൻ കേട്ടോ. ഇതൊക്കെ 2-3 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. MgOH എന്ന് വെച്ചാൽ നേർപ്പിച്ച മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണിത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും H2SO4 സൾഫ്യൂരിക് ആസിഡും കൂടെ ചേരുമ്പോൾ MgSO4+2H2 ആണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് അറിയണേ. ഇത് ഏത് കെമിക്കൽ ഫോർമുല ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കെമിക്കൽ ഇക്വേഷൻ. വാട്ട് ഈസ് സാൾട്ട് ഫോംഡ്? അവിടെ ഉണ്ടായ, അപ്പം നമ്മളത് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ലവണം ഏതാണ്? MgSO4 ആണ് കേട്ടോ, മഗ്നീഷ്യം സൾഫേറ്റ്.
ലവണങ്ങൾ ലഭിക്കാൻ രാസപ്രവർത്തനത്തിന് വിധേയമാക്കേണ്ട ആസിഡ്, ആൽക്കലി, ബേസ് എന്നിവ എഴുതുക. ആസിഡ്, ബേസ്, ആൽക്കലി എന്നിവ എഴുതുക. നമ്മൾ ഫസ്റ്റിൽ ആസിഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല, കെമിക്കൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചു. ബേസിലും അതുപോലെ തന്നെ പഠിച്ചു. ആസിഡിലും ഉണ്ട് കുഞ്ഞുങ്ങളെ സാൾട്ട്. നോക്കിയേ, കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല CaSO4 ആണ്. അതിൻ്റെ ആസിഡ് ഏതാണ് അവിടെ? H2SO4 ആണ്. അല്ലേ? ഇത് എന്താണ്? CaOH ടോയ്സ് ആണ് കേട്ടോ. CaOH ടോയ്സ് ആണ്. ഇനി അലൂമിനിയം സൾഫേറ്റ് Al2SO4 ത്രൈസ് അല്ലേ? 3 ത്രൈസ്. ഓക്കെ, Al2SO4 ത്രൈസ്. അവിടെ എന്താ? H2SO4ഉം AlOH ത്രൈസ്. ഏതാ? ആസിഡ്. രാസപ്രവർത്തനത്തിന് വിധേയമാക്കുന്ന ആസിഡ് ഇത് ഏതൊക്കെ രാസപ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ആകുന്നു കേട്ടോ, എഴുതിക്കോണേ. സോഡിയം സൾഫേറ്റ് Na2SO4. ഇതെല്ലാം SO4 കണ്ടോ? SO4 കേട്ടോ. H2SO4 ഇതെല്ലാം H2SO4. H2SO4 എന്ന് വെച്ചാൽ എന്താ? സൾഫ്യൂരിക് ആസിഡ് അല്ലേ? ചേരുമ്പോൾ എന്താ? NaOH സോഡിയം കേട്ടോ. സൾഫേറ്റിൻ്റെ ആണ് സോഡിയം സൾഫേറ്റ് Na2SO4. കെമിക്കൽ ഫോർമുലയാണ് ആസിഡ് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണ്, വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി the white precipitations formed in the experiment is due to the barium sulfate formed by the reaction between sulfate SO4 2 minus ടെസ്റ്റിലുണ്ട് അയോൺ ആൻഡ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻസ്. ഈ ബേരിയം സൾഫേറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് നമ്മുടെ സൾഫേറ്റ് SO4 2- അയോണ് ബേരിയം ക്ലോറൈഡ് ലായനിയുമായിട്ട് പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഈ പരീക്ഷണങ്ങളിൽ രൂപപ്പെട്ട വെളുത്ത അപശബ്ദത്തിന് കാരണം എന്താണ്? ഇത് പരീക്ഷിച്ചപ്പോൾ അവിടെ വെളുത്ത ഒരു പൊടി കണ്ടു എന്നോ, വെളുത്ത കുറേ പൊടികൾ എടുത്തു എന്നാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ബേരിയം സൾഫേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ബേരിയം സൾഫേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ബേരിയം സൾഫേറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ബോക്സിൽ കിടക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് വൃത്തിയായിട്ട് ബോക്സിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്തിൽ കെമിസ്ട്രിക്കകത്തിൽ കേട്ടോ എല്ലാം ഇമ്പോർട്ടൻ്റാ. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ് വെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് റിയാക്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ് നേർപ്പിച്ച നൈട്രിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം? NaOH സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച നൈട്രിക് ആസിഡ് HNO3 ഗീവ്സ് എന്തുണ്ടാകുന്നു? സോഡിയം നൈട്രേറ്റ് വാട്ടറും ഉണ്ടാകുന്നു. സോഡിയം നൈട്രേറ്റും വാട്ടറും ഇതൊക്കെ നല്ലപോലെ അറിയണേ. NaOH പ്ലസ് HNO3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും നൈട്രിക് ആസിഡും കൂടെ ചേരുമ്പോൾ സോഡിയം നൈട്രേറ്റും വാട്ടറും ഉണ്ടാകുന്നു. വാട്ട് ഈസ് ദ സാൾട്ട് ഫോംഡ് ഹിയർ? ഇവിടെ ഏത് ലവണമാണ് ഉണ്ടായത്? NaNO3 സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ലായനിയാണ് അവിടെ, ലവണമാണ് അവിടെ ഉണ്ടായത് കേട്ടോ. അടുത്ത ബോക്സിലെ ഉണ്ടോ ഞങ്ങളെ? നൈട്രേറ്റ് NO3- അയോൺ പുതിയതായിട്ട് നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവ പ്രവർത്തിക്കുമ്പോൾ രണ്ട് ദ്രാവകങ്ങൾക്കുമിടയിൽ ഒരു തവിട്ട് നിറത്തിലുള്ള വലയം രൂപപ്പെടുന്നു. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നൈട്രേറ്റ് ആണ് കേട്ടോ. അയോണ് നൈട്രേറ്റ് NO3 കേട്ടോ. അയോൺ പുതിയതായിട്ട് നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവ പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് ദ്രാവകങ്ങൾക്കും ഇടയിലായിട്ട് ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു വലയം അവിടെ രൂപപ്പെടുന്നതായിട്ട് കാണാം കേട്ടോ. വെൻ നൈട്രേറ്റ് NO3 അയോൺ firstly prepared ferrous sulfate solutions and concentrated sulfuric acid react a brown ring forms bring the two liquids കേട്ടോ. അതുപോലെ തന്നെ the formation of a bubbles in the test tube is due to the liberations of carbon dioxide as a result of the reactions between carbonate salt and hydrochloric acid. Clear lime water turn milky when carbon dioxide pass through it. ഇത് ടെസ്റ്റിലെ ആ ബോക്സിൽ കിടക്കുന്ന കാർബണേറ്റ് ലവണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് നിർഗമിക്കുന്നതാണ് ടെസ്റ്റ് ട്യൂബിൽ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം. ഈ കാർബൺ ഡയോക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ
ചുണ്ണാമ്പ് വെള്ളത്തിന് നല്ല പാൽ നിറം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കാർബണേറ്റ് ലവണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നിർഗമിക്കുന്നതായാണ് ഈ ടെസ്റ്റ് ട്യൂബിൽ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കലർത്തുമ്പോൾ അല്ലെ കടന്നു പോകുമ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് തന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ ഇനിയും ഉണ്ട്, എഴുതാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഇത്രയും നോട്ടേ ഇപ്പം തരുന്നുള്ളൂ. ഇത് മതി, ഇത്രയും പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും ഈ പാഠത്തിൽ. കാരണം വലിയൊരു പാഠമാണ്, നമ്മൾ ഇതുവരെ പഠിച്ച പോലെയല്ല, ഇതൊരു ഇച്ചിരി കട്ടിപ്പാഠമാണ് അല്ലേ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇത് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നോട്ട് തരുന്നില്ല കേട്ടോ. എല്ലാ വിഷയത്തിൻ്റെയും മിക്കവാറുള്ളതിൻ്റെ ഒക്കെ ഞാൻ നോട്ട് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് അതിലേ പറ്റത്തുള്ളൂ അല്ലേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യാനല്ലേ നിങ്ങൾ. അപ്പം നിങ്ങൾ അത് ചെയ്യുക കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.